ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വഴുതിനച്ചെടിയെല്ലാം നടുന്നവർ അറിഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണിത്. വഴുതിനച്ചെടി നട്ടവരും ഇനി നടാൻ പോകുന്നവരും ഇനി ചിലവർക്കെല്ലാം ഇത് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണിത്. അപ്പം നമുക്ക് ഈ മഴക്കാലത്തും വേനൽക്കാലത്തും ഏത് കാലാവസ്ഥയിലും നടാൻ പറ്റിയൊരു ചെടിയാണ് നമ്മുടെ വഴുതിനച്ചെടി. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനും ഇനി നമുക്ക് വിപണിയിൽ കൊണ്ട് വിൽക്കാൻ തന്നെ നമുക്ക് പറ്റുന്നൊരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും മഴക്കാലത്താണ് അധികം ഈ വഴുതിന കൃഷി അധികം ചെയ്യൽ, കാരണം ഇതിന് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് എല്ലാവരും വിത്ത് മുളപ്പിച്ച് നട്ടിട്ടുണ്ടാവും അധികം, അങ്ങനെയാണ് നടൽ. പക്ഷേ നമുക്ക് വിത്ത് മുളപ്പിക്കാതെ ഇതും നടാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ ഈ വഴുതിന ചെടിക്ക് നല്ലോണം വേരെല്ലാം വന്ന് ഈ മഴക്കാലത്ത് അടിപൊളിയായിട്ട് ചെടി എങ്ങനെ വളർത്തിയെടുക്കാം, അതിന് നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ കായ പിടിപ്പിക്കാം എന്നെല്ലാം കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. ഇത് നിങ്ങൾക്ക് കണ്ട ഒരു നഷ്ടവും വരില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വർഷം നട്ട് വലിയ നല്ല മൂപ്പെത്തിയ വഴുതിനച്ചെടി ഉണ്ടാവും. അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് ഇതിലിപ്പം കീടങ്ങളെല്ലാം ഒരുപാട് വരും ഈ സമയത്ത് മഴക്കാലത്ത്. അത് കണ്ടില്ലേ, ഇത് കമ്പിളിപ്പൂസം എന്ന് പറയും, നമ്മളുടെ അടുത്ത് കമ്പിളിപ്പുഴു എന്ന് പറയും. അപ്പം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ള ചെടിയിൽ മീത്ത ഇനി പിടിക്കുന്ന കായെല്ലാം വലിയ നീളമോ വണ്ണമോ ഒന്നും ഉണ്ടാവാത്ത കായയെ പിടിക്കുള്ളൂ. അതായത് നമുക്ക് 2-3 വർഷം വരെയെല്ലാം ഇത് വഴുതിനച്ചെടി നിർത്താൻ പറ്റും നല്ല പാങ്ങിൽ നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെ ശോഷിച്ച് ഇത് മാത്രമേ പിടിക്കുകയുള്ളൂ. അപ്പം നമുക്കിത് നല്ല അടിപൊളിയിൽ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇത് കണക്കത്തെ ഒരു മാതൃ സസ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക, അതിൻ്റെ ഇളം കൊമ്പല്ല, ഒരു മീഡിയം കൊമ്പ്, അതായത് മൂത്ത കൊമ്പ് കൊടുക്കാൻ പാടില്ല, നന്നായിട്ട് ഇളത് കൊമ്പ് കൊടുക്കാൻ പാടില്ല. ഇതേ കണക്കത്തെ ഇതിൽ കാണുന്ന കണക്കത്തെ ചെറുങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കുക ഇങ്ങനത്തെ കഷ്ണം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ കുറേ കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇതെല്ലാം നമുക്ക് ആദ്യം മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ളത് ഏകദേശം മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതൊക്കെ നല്ല പാങ്ങിൽ ഒന്ന് ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിഭാഗം കണ്ടല്ലേ, അതിൻ്റെ അടിയിലെ ഇതേക്കത്തെ ഇലകളെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി കളയണം. അപ്പം പുഴുകുത്തിയ ഇല ആയതുകൊണ്ടല്ല, ഇതിൻ്റെ അടിഭാഗത്തെ ഇലയെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയാലേ നമുക്ക് ഇനി നന്നായിട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ ഒരു 2-3 ഇല ഇങ്ങനെ മുറിച്ച് മാറ്റി കളഞ്ഞാൽ മതി. അതിൻ്റെ അടിയത്തെ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട്. ഇനിയിപ്പം കുറേ ഇലക്കെല്ലാം കുറേ പുഴുവെല്ലാം കുത്തിയിട്ടുണ്ട്, എന്നാലും സാരില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിത് നന്നായിട്ട് അതിന് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ഇത് ചെടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം എടുക്കാനുണ്ട്. ഇതാണ് ആ സാധനം. അതായത് നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെങ്കിൽ കറ്റാർ വാഴയുടെ ഒരു പോള നമുക്കിങ്ങനെ മുറിച്ചെടുക്കണം. എന്നിട്ടത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൽ ഒരു മുള്ളിൻ്റെ ഗ്യാപ്പില്ലേ, അത്തപ്പോലത്തെ ഇത് മതി. ഏകദേശം ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൻ്റെ കമ്പ് ബാക്ക് ഭാഗം അടിഭാഗം ഇതേപോലെ ഇങ്ങനെ ഇതിനകത്ത് കുത്തി കൊടുക്കണം. അപ്പം ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം അമ്മ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. അപ്പം ഇത് കണക്കെ നിങ്ങളെല്ലാം ഇത് കണക്കെ ഒരു കറ്റാർ പഴയ പോളയുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഇത് നടേണ്ടതെന്ന് ഇതിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ എന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ കറ്റാർ വാഴയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാണ് ഈ ഒരു മോഡലിലാണ് ആക്കിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇത് നടാൻ വേണ്ടിയിട്ട് പോവാം. മഴക്കാലം ആയതുകൊണ്ട് തന്നെ മണ്ണിൽ നടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് ഈ ടെറസിൻ്റെ മുകളിലെല്ലാം നടുന്നവർ ഗ്രോ ബാഗിലെല്ലാം നട്ടോട്ടെ, പക്ഷേ മണ്ണിൽ നടുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം മഴയെല്ലാം കിട്ടി നമുക്ക് വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമ്മൾ മണ്ണെല്ലാം ഇങ്ങനെ ഇതേ കണക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കളച്ചിട്ട്. ഇനി അതിൻ്റെ മുകളിൽ
നമ്മൾ കുറച്ച് കുമ്മായം വിതറുക. നമ്മൾ കുമ്മായം വിതറിയിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പം കുമ്മായം വിതറിയിട്ട് ഒരു 2 ദിവസം ഇങ്ങനെ വെക്കുക. എന്നിട്ടാകുമ്പം ഇതിൻ്റെ മുകളിൽ ഇത് കണക്കത്തെ എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇവിടെ എടുത്തത് കോഴിവളം എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കോഴിവളമാണ് കിട്ടുന്നത് അധികം. ഈ ചാണകമായാലോ ഇനി ആട്ടുംകാട്ടായാലോ ഇനി വേറെ എന്തെങ്കിലും ജൈവവളം ഉണ്ടെങ്കിലോ ഏത് വളമാണ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ അപ്പുറത്തും ചാല് കീറി 2 ചാലിലാണ് ഇട്ടിട്ടില്ലേ. കാരണം ഇങ്ങനെ ഇടുന്നതിൻ്റെ നടുക്ക് നമ്മൾ കൊണ്ടുപോയിക്കാൻ വേണ്ടിയാണ് പരിപാടി. അപ്പോൾ 2 ചാലിൻ്റെ നടുക്ക് നമ്മൾ ഇത് കണക്ക് ചെറിയ കൊണ്ട് ഇങ്ങനെ കുഴിച്ച് കൊടുക്കണം. വലിയ കൊണ്ടൊന്നും വേണ്ട, എന്നാലും ഒരു മീഡിയം ദൈത്തപ്പുരം മതിയാവും. ഉണ്ടല്ലേ. അപ്പം അതിനകത്ത് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായെല്ലാം ഇട്ട് സെറ്റാക്കി നമ്മൾ ഇനി പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണം, അതിനകത്ത് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സാക്കി ഇതാണ് ഇടുന്നത്. അപ്പം ഇതിങ്ങനെ ഇടുക. നമ്മൾ ഇപ്പം എടുത്തു വെച്ച ഇതില്ലേ കറ്റാർ വാഴ, അതിനകത്ത് ഇതേപോലെ ഒരു ചെറിയൊരു കൊണ്ടുവച്ച് നമുക്കിങ്ങനെ നട്ടു കൊടുക്കാവുന്നതാണ്. നമ്മൾ കുമ്മായി ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ ഇതിന് വേര് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. അതായത് ഇതിന് വേര് പിടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ കുമ്മായെല്ലാം അതിൻ്റെ മണ്ണിൽ അലിഞ്ഞ് ചേർന്നിട്ട് അതിൻ്റെ പുളിപ്പ് രസമെല്ലാം പോയിട്ടുണ്ടാവും. നിങ്ങൾ കുരുമുളപ്പിച്ച് തൈയോട് കൂടി നടുന്നതാണെങ്കിൽ നിങ്ങൾ കുമ്മായി ഇട്ടിട്ട് ഒരു 6-8 ദിവസം, ഒരു 10-15 ദിവസം വെച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇതെല്ലാം നട്ട് തീർന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടിയില്ലേ, ഈ ചെടീൻ്റെ മാതൃസസ്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിനി വലിയ കായൊന്നും പിടിക്കില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിൻ്റെ കൊമ്പെല്ലാം ഒന്ന് ഒടിച്ചു കൊടുക്കണം, കണ്ടില്ലേ. ഇതേപോലെ ഇതിൻ്റെ താഴ്ന്ന് ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്താൽ മതി. എന്ത് പറഞ്ഞാൽ ഇത് മുറിച്ച് കൊടുക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ തണ്ടെല്ലാം മഴ വന്നാൽ ചീഞ്ഞു പോകും. അത് എന്താണ് അതിന് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ നമ്മൾ ഇതിനൊരു തരം തുറന്നിട്ട് കുറച്ച് വളം ഇടുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഈ വളം ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ വലിയ കായെല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അടിവളമെല്ലാം ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഒരു വർഷമായി ഇത് ആയിട്ട്, അപ്പം നമ്മൾ കുറച്ച് കോഴി വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം കഴിഞ്ഞ വേനൽക്കാലത്തെല്ലാം ഇത് ഉണങ്ങിയിട്ടുണ്ടായി. ഇപ്പം മഴ വരുമ്പോൾ ആദ്യം കിളിർത്ത് വന്നതാണ്. അപ്പം അതിന് കുറച്ച് വേരിനെല്ലാം കുറച്ച് ഇത് ഉറപ്പും വേരോട്ടെല്ലാം കിട്ടാൻ വേണ്ടി കുറച്ച് എല്ലുപൊടി, പിന്നെ കുറച്ച് NPK മിക്സറില്ലേ, മിക്സർ കൂടി ഇട്ട് കൊടുക്കുക, NPK മിക്സർ. അപ്പം നമ്മൾ ഇതിൻ്റെ തണ്ടെല്ലാം ചെയ്യാതിരിക്കാൻ ഇത് കണ്ട ഇതിൻ്റെ മജ്ജ കണക്കത്തെ സാധനം, അതിലേ കൂടെ വെള്ളം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞ് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കണക്കത്തെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഇങ്ങനെ കെട്ടണം. ഇത് കണക്കത്തെ ഒരു പ്ലാസ്റ്റിക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതെടുത്ത് കെട്ടുക. ഇനി പ്ലാസ്റ്റിക് കെട്ടാൻ മടിയില്ലവരാണെങ്കിൽ അഥവാ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്. അതെന്തെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്ലാസ്റ്റിക്കായി വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല ഇതാണ് നമ്മൾ വേസ്റ്റ് ആക്കണ്ട. ഇത് കണ്ടോ, ഇനി ഇത് കണക്ക് ഇട്ട് കൊടുത്താൽ നമുക്കതിനൊരു ഉപകാരമായില്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് അത് ചീഞ്ഞു പോകില്ല. അപ്പം ഇതിന് മുള വരുന്നവരെ അത് നല്ല വൃത്തിക്ക് ഇവിടെ നിർത്തണം. ഇനി നമ്മൾ കറ്റാർ വാഴയൊന്നും ഇല്ലാത്തവർക്ക് എന്തെന്നാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഞാൻ. കറ്റാർ വാഴയൊന്നും കിട്ടാത്തവർക്ക് ഇതേപോലെ ഇങ്ങനെ തറിച്ചെടുക്കുക. ഇപ്പോൾ കറ്റാർ വാഴ ഇല്ലാത്തവരും വിഷമിക്കൊന്നും വേണ്ട. കാരണം വേനൽക്കാലത്ത് മാത്രമേ കറ്റാർ വാഴയുടെ ആവശ്യമുള്ളൂ. മഴക്കാലത്ത് നമ്മൾ കറ്റാർ വാഴയൊന്നും വേണ്ട. ഇങ്ങനെ നട്ടാലും ഇത് മുളച്ച് വരുന്നതായിരിക്കും. വേര് പിടിക്കാൻ കുറച്ച് താമസം ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് വേര് എല്ലാം പിടിച്ചിട്ടെങ്കിൽ നമുക്ക് കുറേ എല്ലാം പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കീടങ്ങളെല്ലാം വരുമ്പോൾ ഇങ്ങനെ നുള്ളി കൊടുക്കണം. നല്ല പിന്നെ നമ്മൾ ഈ അധികത്തിനും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ സീമക്കൊന്ന ഇരയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോല് വെക്കുന്നത് നല്ലതാണ്. എന്താ പറഞ്ഞാൽ ഇതിനെ തോല് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ച വേറെ തന്നെയാണ്. അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ്. അപ്പം ഇതെല്ലാം നട്ടിട്ട് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
നിങ്ങളെ എല്ലാ കൂട്ടുകാരോടും എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പറയണം.